പെരിങ്ങാട് ചേറ്റുവ പുഴ വനവൽക്കരണ ഉത്തരവ് പുനഃപരിശോധിക്കും. വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനയൂർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെട്ട പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനം ആക്കുന്ന നടപടി പിൻവലിക്കുന്നത് തീരുമാനിക്കുന്നതിനായാണ് ഉന്നതതല യോഗം ചേർന്നത്. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. മുരളി പെരുന്നല്ലി എം.എൽ.എ, എൻ.കെ. അക്ബർ എം.എൽ.എ എന്നിവരുടെ സാന്നിധ്യത്തിൽ തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. പുഴയുടെ പുനരുദ്ധാരണത്തിനും കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ 4 പ്രകാരമുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ യോഗം തീരുമാനിച്ചു. ഇത് ത്വരിതപ്പെടുത്താൻ നോഡൽ ഓഫീസർ കൂടിയായ സബ് കളക്ടറെയും DFOയെയും മന്ത്രി ചുമതലപ്പെടുത്തി. ഇതിന്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം തയ്യാറാക്കി സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനത്തെത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നിയമപരമായ പ്രശ്നമായതുകൊണ്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനെ ഈ പ്രശ്നം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിലൂടെ ജനങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ മുൻഗണന നൽകിക്കൊണ്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ജനപക്ഷത്തു നിന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. പെരിങ്ങാട് പുഴയും തീരവും കണ്ടൽ വനങ്ങളും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും പ്രതിഷേധ പരിപാടികളും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. മണലൂർ നിയോജക മണ്ഡലം LDF നേതാക്കൾ മുരളി പെരുന്നല്ലി എം.എൽ.എയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെയും റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് MLA വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയും വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. യോഗത്തിൽ APCCF ഫിനാൻസ് ബഡ്ജറ്റ് ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥൻ ഡോക്ടർ P. പുകഴേന്തി, CCF സെൻട്രൽ സർക്കിൾ ഡോക്ടർ R. ആടലരശൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, DFO രവികുമാർ മീണ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.